പടരും, കായെന്നതു പുണരും, സ്നേഹം കണ്ണിൽ നിറയും, ഉള്ളിൽ നമ്മളായി മാറും. നമ്മൾ പരകോടി ജീവനെ തേടും, ഇരുള് പൊതിരും താഴുതടിയും നീരുതിരയും മനുജൻ കഥയായി വിരിയും. തഫസ്സഹു വതവസ്സഹു, തഫസ്സഹു വതവസ്സഹു. നേടുക എന്നതിലുപരി പരിശ്രമിക്കുക എന്നതിലായിരിക്കണം നമ്മൾ മുന്നോട്ട് ഉള്ള ജീവിതം നയിക്കേണ്ടത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് ഒറ്റയടിക്ക് കിട്ടൂല, മനസ്സിലായോ? അതിന് നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾക്കത് നേടും. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. കേരളത്തിൽ നിന്ന് ഇവിടെ നീലഗിരിയുടെ ഒരു സാഹചര്യം നടക്കുമ്പോൾ അതിന്റെ വ്യത്യസ്തതകളെ നിങ്ങൾ പ്രോഗ്രാമുകളും ആക്ടിവിറ്റീസും ഒക്കെ ഭയങ്കര നീലഗിരിയിൽ കുട്ടികളെ ഏകീകരിപ്പിക്കാൻ നടത്താനൊക്കെ മുന്നിട്ടിറങ്ങാൻ ആളുകൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തരം സംഘടനകൾ പല സംഘടനകളും വരികയും അത് നമ്മുടെ കുട്ടികളെ എൻകറേജ് ചെയ്യുകയും മുന്നോട്ട് അവരെ നയിക്കാൻ ഒരുപാട് നല്ല വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് നീലഗിരി പോലുള്ള നമ്മുടെ ടൗണിനെ കുറിച്ച് കുറച്ചുള്ള ഏരിയയാണ്. പല കാര്യങ്ങളും പല യാഥാർത്ഥ്യമില്ലാതെ മുന്നോട്ട് പോകുന്ന പല അനുഭവങ്ങളിൽ പോലെ പേരുണ്ട്. അപ്പം ഇത്തരം ആക്ടിവിറ്റീസ് നല്ല ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പ്രോഗ്രാം വലിയൊരു ഉദാഹരണം തന്നെയാണ്. പ്രകൃതിയാൽ ഭംഗിയായി അതിന്റെ കൂടെ സാഹിത്യം കൂടി സാഹിത്യോത്സവം ഏറെ കാരണമാകുന്നു. 33 എഡിഷനുകൾ കൂട്ടുന്നു. ഇനിയും മങ്ങി നീർത്തിടുന്നു.